കെൽട്രോണിന് 3 മാസത്തെ കുടിശ്ശിക നൽകിയതോടെ AI ക്യാമറ വഴിയുള്ള പിഴ ഈടാക്കൽ വീണ്ടും സജീവമാകും. പദ്ധതി ആരംഭിച്ച 6 മാസം പിന്നിട്ടിട്ടും കരാർ തുക നൽകാതിരുന്നതിലാണ് കെൽട്രോൺ താൽക്കാലികമായി AI ക്യാമറയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നത്. കൺട്രോൾ റൂമുകളിൽ പിൻവലിച്ച 44 ജീവനക്കാരെയും കെൽട്രോൺ തിരികെ നൽകിയേക്കും. ആദ്യത്തെ 3 മാസത്തെ കുടിശ്ശിക തുകയായ 9.30 കോടി രൂപയാണ് ധനവകുപ്പ് കെൽട്രോണിന് നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 6 മാസമായി കരാർ നൽകാത്തതിൽ പദ്ധതിയിൽ നിന്നും കെൽട്രോൺ വിട്ടുനിൽക്കുകയായിരുന്നു. AI ക്യാമറ വഴി ഈടാക്കുന്ന പിഴകളും മറ്റു വിവരങ്ങളും ശേഖരിക്കാനായി ഗതാഗത വകുപ്പിൽ കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ജീവനക്കാരെ നൽകുന്നത് കെൽട്രോണാണ്. കുടിശ്ശിക തുക നൽകാത്തതിൽ 44 ജീവനക്കാരെ കെൽട്രോൺ കൺട്രോൾ റൂമിൽ നിന്നും പിൻവലിച്ചു. ഗതാഗത നിയമലംഘനങ്ങളിൽ പിഴ ഈടാക്കുന്നവർക്കെതിരെ അയക്കുന്ന നോട്ടീസുകളുടെ എണ്ണവും കുറച്ചിരുന്നു. ധനവകുപ്പ് തുക അനുവദിക്കാത്തതിൽ കെൽട്രോണും പ്രതിസന്ധിയിലായി. സേഫ് കേരള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽട്രോണിന് ധനസഹായമില്ലാതായി. എന്നാൽ ആദ്യത്തെ 3 മാസത്തെ കുടിശ്ശിക ധനവകുപ്പ് നൽകാൻ തീരുമാനിച്ചതോടെ AI ക്യാമറ പദ്ധതി വഴിയുള്ള പിഴ ഈടാക്കലിൽ കെൽട്രോണിന്റെ സേവനം പുനരാരംഭിക്കും. ജനം, തിരുവനന്തപുരം.